കൊച്ചി പുറംകടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിനുള്ളിൽ പരിശോധനാ നടപടികൾ ഇന്നു മുതൽ. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും കപ്പൽ കമ്പനിയായ MSCയും ചേർന്നാണ് ദൗത്യം. കപ്പൽ മുങ്ങിയ മേഖല പൂർണ്ണമായും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണത്തിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധരുടെ സംഘം ആദ്യം കപ്പൽ മുങ്ങിയ സ്ഥലത്ത് കടലിന്റെ അടിത്തട്ടിൽ പരിശോധന നടത്തി മാപ്പിംഗ് പൂർത്തിയാക്കും. തുടർന്ന് കണ്ടെയ്നറുകൾ പുറത്തെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. ഇതിനും കപ്പലിലെ എണ്ണ നീക്കം ചെയ്യുന്നതിനായി കപ്പൽ കമ്പനി മറ്റൊരു സ്ഥാപനത്തെ നിയമിച്ചിട്ടുണ്ട്. മുങ്ങിയ കപ്പലിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതീവ സ്ഫോടന സാധ്യതയുള്ള കാൽസ്യം കാർബണേറ്റ് നിറച്ച 13 കണ്ടെയ്നറുകളുണ്ട്. ഇതിൽ 5 എണ്ണം ഡെക്കിലും 8 എണ്ണം കപ്പലിനുള്ളിലുമാണ്. ജലസമ്പർക്കമുണ്ടായാൽ അസറ്റിലിൻ വാതകവുമായി മാറുന്ന ഈ രാസവസ്തു വീണ്ടെടുത്തില്ലെങ്കിൽ വലിയ അപകട സാധ്യതയുണ്ട്. കപ്പലിൽ 484 ടൺ ഇന്ധനവുമുള്ളതിനാൽ വലിയ സ്ഫോടനത്തിനും വൻ പരിസ്ഥിതി നാശത്തിനും ഇടവയ്ക്കും. 10ഓളം കണ്ടെയ്നറുകൾ കപ്പൽ മുങ്ങും മുമ്പ് കടലിൽ പതിച്ചു. മുങ്ങിയ ശേഷം 100 കണ്ടെയ്നറുകൾ ഒഴുകി നടന്നു. 48 എണ്ണം കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരത്തെത്തി. 60 കണ്ടെയ്നറുകളിലായി 168 ടൺ പോളിമർ പെല്ലറ്റുകളുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ പൊട്ടി പെല്ലറ്റുകൾ തീരങ്ങളിൽ അടിഞ്ഞു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുവാണ് പെല്ലറ്റുകൾ. കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കപ്പലിൽ എന്തൊക്കെയുണ്ടായിരുന്നുവെന്ന് വിവരം പുറത്തുവന്നത്. സമുദ്രതീര ആവാസ വ്യവസ്ഥയെ കപ്പൽ അപകടം എങ്ങനെ ബാധിച്ചുവെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ നടപടി തുടങ്ങിയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ലൈബീരിയൻ ഫ്ളാഗുള്ള 184 മീറ്റർ നീളമുള്ള കപ്പൽ 1997 ജർമ്മനിയിലാണ് നിർമ്മിച്ചത്. ഉൾക്കടലിൽ ഏതാണ്ട് 50 മീറ്റർ താഴ്ചയിലാണ് കപ്പലുള്ളത്. 2 ടക്കുകൾ സ്ഥലത്തെത്തി മാപ്പിംഗും സ്കാനിങ്ങും നടത്തുന്നുണ്ട്. 2 ടക്കുകൾ കൂടി ഇതിൽ പങ്കുചേരും. കപ്പലിന്റെ കാലപ്പഴക്കവുമായി അപകടത്തിന് ബന്ധമില്ല. മുങ്ങിയ ചരക്കു കപ്പലിൽ ഉണ്ടായിരുന്നത് 640 കണ്ടെയ്നറുകളാണ്.